ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ത്രെഡ് വർക്കാണിത്. അപ്പോൾ നമ്മളുടെ പാറ്റേൺ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് മാത്രം ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോളുക. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ നമ്മൾ കമ്പനിയിൽ പിക്ചർ കണ്ടപ്പോൾ തന്നെ ആ ഒരു ഏകദേശ ഡിസൈൻ മനസ്സിലായി കാണുമല്ലോ. എക്സാക്റ്റ് ഒരു ട്രയാങ്കിൾ അല്ല, എന്നാൽ ഒരു ട്രയാങ്കിൾ പോലെ തോന്നുന്ന രീതിയിൽ വരുന്ന ഡിസൈനാണ്. ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കണം എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ് യോക്കിൽ വരുന്നൊരു ഡിസൈനാണ്. അപ്പോൾ യോക്ക് നിങ്ങൾക്ക് എത്ര പോർഷനാണ് വേണ്ടത് അത്രയും ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി കടുപ്പിച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കരുത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ട്രയാങ്കിളാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രയാങ്കിൾ പോലെ വർക്ക് ചെയ്തെടുക്കുന്നില്ല. ഇപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കട്ടിക്ക് മാർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റെഡ് കളറിലായതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ത്രെഡ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ വൈറ്റ് കളർ ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ റെഡ് ത്രെഡ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ഫ്രഞ്ച് നോട്ട് ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പാണല്ലോ വരച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ ഇതേ രീതിയിലൊന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാപ്പ് വരാത്ത രീതിയിൽ ബോർഡർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം കറക്റ്റ് ആ ഒരു ലൈൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയല്ല ചെയ്യണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വരേണ്ട ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ല, മുമ്പ് ഞാൻ വരച്ച് കാണിച്ച പോലുള്ള ഒരു ഷേപ്പാണ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു 3 ഡോട്ട്സ് ഒരേ ലൈനിൽ നേരെ കൊടുത്തല്ലോ. ഇനി നമ്മൾ അടുത്തത് കൊടുക്കുമ്പോഴത്തേക്കും, അതായത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു ട്രയാങ്കിളിലെ സെൻട്രലായിട്ട് വരുന്നിടത്ത്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ സെൻട്രലായിട്ട് വരുന്നിടത്ത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡോട്ട്സ് ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ആ ഒരു ലൈനിലല്ല കൊടുക്കേണ്ടത്, അതിൽ നിന്നും കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ ഡോട്ട്സിൻ്റെ എണ്ണമൊക്കെ വ്യത്യാസം വരും, കാരണം നിങ്ങൾ വരയ്ക്കുന്ന വലുപ്പത്തിനനുസരിച്ച് അതിന് മാറ്റം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് ആ ഒരു സെൻറ്റർ പോർഷൻ വരുന്നിടത്തായിരിക്കണം ഇതുപോലെ കയറ്റി കൊടുക്കേണ്ടത്. വീണ്ടും തുടർന്ന് പോകുമ്പോഴത്തേക്കും നമ്മൾ വരച്ച ലൈനിലൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 3 സൈഡും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ അതേപോലെ വരച്ചിട്ട് ചെയ്യേണ്ട, ഇതേപോലെ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ ഈ ഒരു വർക്കിന് സെൻട്രലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേൾ ബീഡ് വെച്ച് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അപ്പോൾ ഞാനിപ്പോൾ അത് വെച്ച് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. പിന്നെ വൈറ്റ് ത്രെഡും വൈറ്റ് പേളും തന്നെ ആകുമ്പം ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷണലായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സൈഡ് ഫില്ല് ചെയ്തു. ഇതേപോലെ തന്നെ എല്ലാ സൈഡുകളും ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മുടെ ക്രിസ്മസ് വരാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ഒക്കേഷനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സാണ് വൈറ്റ്, റെഡ്, അതുപോലെ ഗ്രീൻ കളർ. ഈ ഒരു കളേഴ്സാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും ക്രിസ്മസിനെ ആ ഒരു സൂചിപ്പിക്കുന്ന കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പാറ്റേൺസ് വേണമെങ്കിലും എടുത്തിട്ട്, അതായത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള ഡിസൈനുകളൊക്കെ ആണെങ്കിലും ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് കാണാത്തവർക്കൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ പ്രത്യേകമായിട്ട് പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പം ഈ ഒരു ഡിസൈൻസ് ഇനിയിപ്പം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടല്ലാതെ ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഈ ഒരു കളർ അതേപോലെ ഈ ഒരു മാച്ചിങ് കളേഴ്സ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്ത് വേറെ ഡ്രസ്സിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ക്രിസ്മസിന് ഇന്നത് തന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലും വ്യത്യസ്തമായിട്ട് കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ബീഡ്സ് ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ക്രിസ്മസിന് മെയിനായിട്ടും റെഡും വൈറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഇതേപോലെ കാണിച്ചു തരുന്നത്. ഇത് തന്നെ നമുക്ക് വേറെ കളേഴ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.
അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ത്രെഡ് വർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 സൈഡുകൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടെ ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു ബോർഡേഴ്സ് ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു പാറ്റേണും കിട്ടും. ഇനി ഇത് ഭയങ്കര പാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ആ ഒരു പാറ്റേൺ വരച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കത് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ വരയ്ക്കാനും തീരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾ ഇച്ചിരി ഒരു കട്ടിയിലുള്ള ഒരു പേപ്പറിൽ, അതായത് സാധാ പേപ്പർ എടുക്കാതെ നമ്മുടെ ബുക്കിൻ്റെ കവർ പേജൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കട്ടിയുള്ള പേപ്പറിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക. ഭംഗിയായിട്ട് ഒരെണ്ണം വരച്ചെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലോത്തിലേക്ക് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വരച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് ഡിസൈൻ കിട്ടുകയും ചെയ്യും. ഈ ഒരു പാടൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ച് നോട്ട് ഇട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ആർക്കും ചെയ്യാവുന്ന ഒരു നോട്ടാണ് ഫ്രഞ്ച് നോട്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ സ്വന്തമായിട്ട് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ വർഷം ചെയ്തല്ലെങ്കിൽ പോലും മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്ത ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർ കയറി നോക്കുക. താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ പേജിലേക്ക് കയറുമ്പോൾ തന്നെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതെടുത്ത് ക്രിസ്മസ് സ്പെഷ്യൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഡിസൈൻസുകൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്, കസ്റ്റമൈസ് ചെയ്ത്. അങ്ങനെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഗ്രൂപ്പിലെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ വരും. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്